കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് ഇന്ന് നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം എന്താണ്? തുറമുഖം പൂർണ്ണമായും LDF സർക്കാരിനെ നിശ്ചയദാർഢ്യമാണെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതികൂലിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി വിചാരിച്ചതുകൊണ്ട് മാത്രമാണെന്ന് കോവളം MLA M. വിൻസെന്റ് പറഞ്ഞു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയാണ് MLAയുടെ പ്രതികരണം. പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ജനത്തിനറിയാം. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. റോഡ്, റെയിൽ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടില്ലെന്നും MLA പ്രതികരിച്ചു. തുടർന്ന് കല്ലറ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി. ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ളവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ ദിവസം ചരിത്രമാകുമെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പല അനുമതികളും വാങ്ങിയെടുത്തത് ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹം ഒരു കല്ല് മാത്രമേ ഇട്ടുള്ളൂ എന്ന് CPM പറയുന്നത് പച്ചക്കള്ളമാണെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും CPM ഭയപ്പെടുന്നു. അതിനാലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ആദ്യം ക്ഷണിക്കാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനായി രാവിലെ 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെത്തും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് പോർട്സ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്ര മന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, സംസ്ഥാന മന്ത്രിമാരായ V. ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MPമാരായ ശശി തരൂർ, അടൂർ പ്രകാശ്, A. റഹീം, M. വിൻസെന്റ് MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, മേയർ ആര്യ രാജേന്ദ്രൻ, അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനോടനുബന്ധിച്ച് തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്ഭവനിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:30 ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തും. MSC സെലസ്റ്റിനോ മരസ്കോ എന്ന മദർഷിപ്പിനെ സ്വീകരിച്ച ശേഷം തുറമുഖത്തിന്റെ പ്രവർത്തന സൗകര്യങ്ങൾ നോക്കിക്കാണും. തുടർന്ന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. 1.5 മണിക്കൂറാണ് കമ്മീഷനിംഗ് ചടങ്ങ്. 3 പേരാണ് സമ്മേളനത്തിൽ പ്രസംഗിക്കുക. 12:30 ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങും. 10,000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുക്കും. തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും KSRTC വിഴിഞ്ഞത്തേക്ക് പ്രത്യേക സർവീസ് നടത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ചടങ്ങുകൾ നടക്കുക. 10:30 ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി MSCയുടെ കൂറ്റൻ കപ്പലായ സെലസ്റ്റോ മരസ്കായെ ബെർത്തിലെത്തി സ്വീകരിക്കും. തുടർന്ന് തുറമുഖം സന്ദർശിക്കുന്ന മോദി 11 മണിക്ക് പൊതുസമ്മേളന വേദിയിലെത്തി ഉദ്ഘാടനം നിർവഹിക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു. രാജ്ഭവനിലാണ് ഇന്നലെ പ്രധാനമന്ത്രി താമസിച്ചത്. തുറമുഖത്തേക്ക് ജനങ്ങൾക്ക് രാവിലെ 7 മുതൽ 9:30 വരെ പ്രവേശനമുണ്ടാകും. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഉച്ചയ്ക്ക് 12:30 ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷം പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.